വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെയാണ് മോഹൻലാൽ അഭിനയിച്ച് അഭിനന്ദനം നേടിയത്. അങ്ങനെ ലാൽ ഭാഷയെ മറികടന്ന നടന വിസ്മയമായി. 2 തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മോഹൻലാൽ നേടിയിട്ടുണ്ട്. സെലിബ്രിറ്റി ക്രിക്കറ്റ് ടീമിനെ നയിച്ച് അദ്ദേഹം ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ മലയാള സിനിമാ ലോകത്തെ പ്രതിനിധീകരിച്ചത് അഭിമാനകരമായ മുഹൂർത്തമായിരുന്നു. വിസ്മയത്തിന്റെ സൗന്ദര്യമാണ് മോഹൻലാൽ. മലയാളത്തിന്റെ സാംസ്കാരികവും സാമൂഹികവുമായ ഭാവുകത്വത്തെ പ്രതിനിധീകരിക്കുന്ന 2 ബിംബങ്ങളാണ് 80കളുടെ ഉത്തരാർദ്ധത്തിൽ ചലച്ചിത്ര ഭൂമിയിൽ ഉദിച്ചുയർന്ന ഈ 2 ധ്രുവ നക്ഷത്രങ്ങൾ. മിസ്റ്റർ മമ്മൂട്ടി അല്ലേ? ഞാൻ സാറിന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറിന്റെ നല്ല ആക്ടിംഗ് ആണ്, നല്ല അഭിപ്രായമാണ്. താരപ്രഭാവത്തിൽ കേരളം കണ്ട 2 അമൂല്യ പ്രതിഭാസങ്ങൾ. തീർന്നു വച്ചാ കൊതിയുടെ കൊമ്പും കൊണ്ട് തീർന്നു, ചതിയുടെ ചരിത്രം ചമച്ചത് മതിയായോന്ന്. അന്നം തന്ന കൈക്കല്ലേ അച്ഛൻ ആഞ്ഞു കുത്തിയത്. താരാധിപത്യത്തിന്റെ 3 പതിറ്റാണ്ടിനൊടുവിലും സ്വാധീനത്തിലും ജനപ്രിയതയിലും ആധിപത്യം തുടരുന്ന മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരങ്ങൾ. ഹൃദയം ഒരു വല്ലകി ഉണരും ഒരു പല്ലവി, ഹൃദയം ഒരു വല്ലകി ഉണരും ഒരു പല്ലവി, എന്നുമെന്നും ഓർമ്മ വയ്ക്കാൻ ഇന്നു പാടും പല്ലവി, നമ്മൾ പാടും പല്ലവി. മലയാളത്തിന്റെ താരരാജാക്കന്മാർക്ക് നൃത്തച്ചുവടുകളോടെ രമ്യ നമ്പീശൻ സ്വാഗതമോതുന്നു. രമ്യ നമ്പീഷിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കൊച്ചി പഴയ കൊച്ചിയില്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. Don't know whether it's a good name. I'm Jackie. Sagar Elias Jackie. Wow! പിച്ചകപ്പുങ്കാവുകൾക്കുമപ്പുറം പവൻ അത്രയും ഉരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ടു വിണ്ടതം കടന്നിത്ര വേഗമെങ്ങു മാഞ്ഞുപോയി. നീലനഭസിൻ മേഘപടത്തിൻ മേലെ നിന്നുടഞ്ഞു വീണു താഴികക്കുടം. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, കൊണ്ടുവാ, കൊമ്പിട് കുറുങ്കുഴൽ കൊട്, തപ്പിട് തകിൽപ്പുറം കൊട്. നഗരതീരങ്ങളീ ലഹരിയിൽ കുതിരവേ, ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, കൊണ്ടുവാ. നെഞ്ചിൽ കഞ്ചവാട വീഴും സ്വപ്നരാണിയും സ്വപ്നരാണിയും
പാടിയിറങ്ങി വന്ന താരമേ, തേരിറങ്ങി വന്ന തിങ്കളേ, ഏഴൻ തോട്ടം പുത്തുലഞ്ഞ നിന്റെ വീടിൽ ഏഴാം സ്വർഗം കേറിയിങ്ങു വന്നതാണ്. ചെന്തെങ്ങിൽ പൊന്നിളനീരുണ്ടേ, ചെറുതേന്മാവിൽ മാമ്പഴമിന്നുണ്ടേ, ഇളനീർ മുത്തി കട്ടുകുടിക്കാൻ ഇതുവഴിയേ വായോ, ഈ മാമ്പഴം ഒന്ന് കടിച്ചു രസിക്കാൻ ഇതിലേ നീ വായോ. ഇത് തക്കാളി ഈ കവിളത്ത് ഒരു തൂമിന്നൽ ഈ കൺകോണിൽ How is it? ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം തരള മധുര മുരളിയുണര് പ്രണയഭരിത കവിതയുണര് മനസ്സു നിറയും അതുല ഹരിത മതമഹോത്സവം വരവീണകൾ മൃദുവാണികൾ മതമൊടു തിരുവടി തൊഴുതട് ശ്രുതിചേരണ മലിമോണതിൽ അനുപദമഴകായി മതിമുഖി മമ സഹിമയിൽ നടയിവളുടെ നടനം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം 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 ദ്രുതതാളം. അടിപൊളി ശിങ്കമാനട അയ്യാ സ്വാമി പ്രവളിയാട്ടിയോടും നാട്ടുകൂട്ടം അക്കം പക്കം പാണ്ടിവേളം പാട്ടും കുത്തും പക്കവാദ്യ തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ പാണ്ടിവേളം പാട്ടും കുത്തും പക്കവാദ്യ തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. വേൽമുരുകാ ഹരോ ഹരാ ഹോ, വേലായുധാ ഹരോ ഹരാ ഹോ, വേൽമുരുകാ ഹരോ ഹരാ ഹോ, വേലായുധാ ഹരോ ഹരാ, വേൽമുരുകാ ഹരോ ഹരാ ഹോ, വേലായുധാ ഹരോ ഹരാ ഹോ, വേൽമുരുകാ ഹരോ ഹരാ ഹോ, വേലായുധാ ഹരോ ഹരാ. മലയാള സിനിമയിലെ നടന്മാർ മാത്രമല്ല, രണ്ട് ബ്രാൻഡുകളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കഴിഞ്ഞ 30 വർഷത്തിലേറെയായി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കുന്ന ഇവരെ മനോരമയുടെ ആഭിമുഖ്യത്തിൽ ആദരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അവർ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ വിവരിച്ചാൽ തീരില്ല. ഇനിയും വർഷങ്ങളോളം അവർ രണ്ടുപേരും ഒരുപോലെ മലയാളത്തിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശരിക്കും സ്കൂളിലൊക്കെ നമ്മൾ പല സബ്ജക്ട്സ് പഠിക്കും, ഹിസ്റ്ററി, ജോഗ്രഫി, കണക്ക്. അങ്ങനെ നമ്മൾ വലുതായി നമ്മൾ ഡിഗ്രി എടുക്കുന്നുണ്ട്, PG എടുക്കും, അങ്ങനെ ഒരവസ്ഥയുണ്ടാകും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സിനിമാ വിദ്യാർത്ഥികളാണെങ്കിൽ ഞങ്ങൾ സ്കൂളിൽ മുതൽ കോളേജ് മുതൽ മുമ്പോട്ട് പഠിച്ച വിഷയങ്ങളാണ് മമ്മൂട്ടി, മോഹൻലാൽ എന്നീ രണ്ട് പേര്. ഞങ്ങൾ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവരുടെ സിനിമകൾ കണ്ടാണ് ഞങ്ങൾ വളർന്നതും. അവരിൽ നിന്നാണ് അഭിനയം എന്നാൽ എന്തായിരിക്കണം എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. സാം ജോസഫ് എന്ന സംഗീത സംവിധായകനെ കുറിച്ച് പറഞ്ഞാൽ ആരും ഒരുപക്ഷെ അറിയില്ല. പക്ഷേ ശ്യാമിനെ എല്ലാവരും അറിയും. നടൻ മധു നിർമ്മിച്ച മാന്യശ്രീ വിശ്വാമിത്രനിലൂടെ 1974 അദ്ദേഹം സംഗീത സംവിധായകനായത്. സലിൽ ചൗധരിയുടെ സഹായിയായി പ്രവർത്തിച്ച ശേഷമാണ്
ഇദ്ദേഹം സ്വതന്ത്ര സംഗീത സംവിധായകനായി പ്രവർത്തിച്ചു തുടങ്ങിയത്. ആദ്യ ചിത്രത്തിൽ മാധുരി പാടിയ കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളച്ചൻ എന്ന പാട്ട് സൂപ്പർ ഹിറ്റായി. മമ്മൂട്ടി എന്ന അതുല്യ നടൻ്റെ ആദ്യകാലത്തെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രങ്ങളിലൊന്നായിരുന്നു തൃഷ്ണ. ഈ സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമല രചിച്ച് ശ്യാം ഈണമിട്ട് എസ് ജാനകി പാടിയ മൈനാകം കടലിൽ നിന്നുയരുന്നുവോ എന്ന ഗാനമാണ് അടുത്തതായി ഈ വേദിയിൽ അരങ്ങേറാൻ പോകുന്നത്. വേദിയിൽ ആലപിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഗായിക സിത്താര. മഴ
അഭിമാനം. ഇന്ത്യൻ സിനിമ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലും ഒപ്പം തന്നെ ലോകോത്തരമായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഒത്തിരി ഫിലിം അവാർഡ്സ് ലോകോത്തരമായിട്ടുള്ള അവാർഡ്സ് നയിച്ചിലാണെങ്കിലൊക്കെ തന്നെ നമ്മുടെ മലയാളത്തിൻ്റെ പേരെത്തിക്കാൻ ഒരു ശരിക്കും കഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ ഞങ്ങളുടെയൊക്കെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് അത്രയൊക്കെ എത്താൻ പറ്റുമെന്ന് തന്നെ സംശയം. അപ്പോൾ അത്രയ്ക്കും ടാലൻറ്റഡ് ആയിട്ടുള്ള നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂക്ക ആൻഡ് ലാലേട്ടൻ. അപ്പോൾ അവരെക്കുറിച്ച് എന്ത് പറയാനാണ്? അവരൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ക്യാമറയുടെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചു തന്നെ വലിയൊരു ദൈവാധീനം. ഇനിയും ഒത്തിരി മഹത്തായ സിനിമകൾ നമ്മുടെ മലയാളത്തിലാണെങ്കിലും നമ്മുടെ ഇന്ത്യൻ സിനിമ ഹിസ്റ്ററിയിലാണെങ്കിലും അവർക്ക് കൊടുക്കാൻ സാധിക്കട്ടെ. അവരുടെ കഴിവിനെ ഇനിയും ചൂഷണം ചെയ്യാൻ, അങ്ങനെ തന്നെ പറയാം. എന്ന് വെച്ചാൽ ഇതൊന്നും ചിലപ്പോൾ ഒന്നും ആയിരിക്കില്ല.